കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ യുവജന കമ്മീഷന് പരാതി. സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറി കെ ആദിഷയാണ് പരാതി നൽകിയത്. പോലീസ് തടഞ്ഞുവെച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ തെറ്റുകാരിയെപ്പോലെ പ്രദർശിപ്പിച്ചതായാണ് പരാതി. ഇത് പരിശോധിക്കുമെന്ന് കമ്മീഷൻ ചെയർമാൻ എം ഷാജർ പറഞ്ഞു. തൊഴിൽ തട്ടിപ്പിൽ യുവാക്കൾ വഞ്ചിതരാകുന്ന സംഭവം ഏറിവരികയാണെന്നും ജാഗ്രത വേണമെന്നും ചെയർമാൻ വ്യക്തമാക്കി. കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ പോലീസും SFI പ്രവർത്തകരും തമ്മിൽ വലിയ തർക്കങ്ങളാണ് നടന്നിരുന്നത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച കെ ആദിഷ ബാലറ്റ് പേപ്പർ തട്ടിക്കൊണ്ടുപോയി എന്ന് MSF പ്രവർത്തകർ ആരോപിക്കുകയും ആദിഷയെ തടഞ്ഞുവെക്കുകയും ചെയ്തിരുന്നു. ടൗൺ SI VV ദീപ്തിയുടെ നേതൃത്വത്തിലാണ് ഏറെ നേരം ആദിഷയെ തടഞ്ഞുവെച്ചത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ആദിഷയെ പ്രദർശിപ്പിച്ചുവെന്നും ചെയ്യാത്ത കുറ്റത്തിനാണ് തടഞ്ഞുവെച്ചതെന്നും അന്ന് തന്നെ SFI ആരോപിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് ആദിഷ യുവജന കമ്മീഷന് പരാതി നൽകിയത്. പോലീസിനെതിരെയാണ് പരാതി ലഭിച്ചിട്ടുള്ളതെന്ന് യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ പറഞ്ഞു. അത്തരമൊരു പരാതിയാണ് ആ കുട്ടിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ അടുത്ത സിറ്റിങ്ങിലേക്ക് മാറ്റിവെച്ചതുകൊണ്ട് കൂടുതൽ ഈ വിഷയത്തിൽ പറയുന്നില്ല. ഏതായാലും പരാതി അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രദർശിപ്പിച്ച രീതിയെ സംബന്ധിച്ച് തന്നെയായിരുന്നു പരാതി ഉണ്ടായിരുന്നത്. കണ്ണൂരിൽ ശനിയാഴ്ച നടന്ന സിറ്റിംഗിൽ ഈ പരാതി പരിഗണിച്ചില്ല. അടുത്ത സിറ്റിംഗിലേക്ക് പരാതി മാറ്റിയതായും ഷാജർ അറിയിച്ചു. സംഭവത്തിൽ പോലീസിൽ നിന്ന് കമ്മീഷൻ വിശദീകരണം തേടും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാ അദാലത്തിൽ 26 പരാതികളാണ് പരിഗണിച്ചത്. 14 പരാതികൾ പരിഹരിച്ചു. 12 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. പുതുതായി 8 പരാതികൾ ലഭിക്കുകയും ചെയ്തു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ യുവജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഷാജർ ആവശ്യപ്പെട്ടു. ഈ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടാണ് സംസ്ഥാന യുവജന കമ്മീഷനെ യുവജനങ്ങളോടും പൊതുസമൂഹത്തോടും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. പൊതുവിൽ ഈ കേസ് വർദ്ധിക്കുന്നൊരു സാഹചര്യം വരുന്നുണ്ട്. കാരണം ഈ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഒരു കുടിയേറ്റം, പൊതുവിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു കുടിയേറ്റത്തോടുള്ള താല്പര്യം നമ്മുടെ ചെറുപ്പക്കാർക്ക് അല്പം വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് പ്രത്യേകിച്ചും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് 20 ലക്ഷവും 25 ലക്ഷം രൂപയൊക്കെയാണ് പൊതുവെ ചില ഏജൻസികൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി അതോടൊപ്പം തന്നെ ജപ്പാൻ, മാൾട്ട പോലുള്ള ചില രാജ്യങ്ങളിലേക്ക് തൊഴിൽ അവസരമുണ്ടെന്ന ചില പരസ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ 10,000-കണക്കിന് ഈ തൊഴിലന്വേഷകരോട് പണം വാങ്ങിക്കുകയും പിന്നീട് അവർക്കൊന്നും തൊഴിൽ നൽകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ എല്ലാം മുമ്പിൽ ചില പരാതികളായി വർദ്ധിച്ചു വരികയാണ്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള യുവാക്കളുടെ കുടിയേറ്റം മുതലാക്കാൻ നിരവധി വ്യാജ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി ഇത്തരം പരാതികളാണ് കമ്മീഷന് കൂടുതലായി കിട്ടുന്നത്. കൃത്യമായ രേഖകളില്ലാതെയാണ് പലരും ലക്ഷക്കണക്കിന് രൂപ കൈമാറുന്നത്. ഇത് കുറ്റക്കാർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കുകയാണ്. സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത പരിശോധിച്ചു മാത്രം സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ രക്ഷിതാക്കളും തൊഴിലന്വേഷകരും ജാഗ്രത പുലർത്തണമെന്നും കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു. അദാലത്തിൽ കമ്മീഷൻ അംഗങ്ങളായ PC ഷൈജു, H ശ്രീജിത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K ജയകുമാർ, അസിസ്റ്റന്റ് P അഭിഷേക് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.